ഗൈസ്, അപ്പം ഇന്ന് നമുക്കൊരു ട്രാവലിംഗ് വ്ലോഗ് ആയാലോ. അപ്പം ഇന്ന് ഉറക്കൊക്കെ എണീറ്റിട്ട് ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒന്ന് കറങ്ങാൻ പോകുമെന്ന് വിചാരിച്ചത്. അപ്പം പിന്നെ ഇന്നലത്തെ മന്തി കുറച്ചിരുന്നത് ഞാനെടുത്ത് രാവിലെ ചൂടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പേൻ്റെ കൂടെ വണ്ടിയിലൊക്കെ കയറിയിട്ട് ഞാനിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയി 5-ൽ ഇറങ്ങി ഗൈസ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേന് എൻ്റെ കൂടെ വരാനുള്ള ഒരു കൂട്ടുകാരിയെ കണ്ടു. ഞങ്ങൾ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ബസ്സിൽ കയറി. അപ്പോഴത്തേന് എൻ്റെ വരാമെന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ബസ്സിലൊക്കെ കയറി യാത്ര ഇങ്ങനെ തിരിച്ചു ഗായ്സ്. അത് കഴിഞ്ഞപ്പോഴത്തേനും ട്രിവാൻഡ്രം ഞങ്ങൾ ചെന്നെത്തി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ ട്രിവാൻഡ്രത്ത് തന്നെ അവിടെ നിന്ന് ഒരു ബിരിയാണി അതേപോലെ ചിക്കൻ ഫ്രൈ ഒക്കെ മേടിച്ച് നന്നായിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ മുഖത്ത് വെട്ടമടിക്കുന്നില്ലടാ, ഞാനിത് വ്ലോഗിലാടി. ഒന്ന് പല്ലൊന്ന് അടക്കി. എന്നെ പറ്റിയുള്ള അഭിപ്രായം പറ. ഞാൻ വളരെ നല്ല കുട്ടിയാണ്. പറ അങ്ങോട്ട്. ഇപ്പൊ നമ്മൾ എവിടാ നിക്കണേ? ഇവിടെ എന്തിനാ നമ്മള് വന്നേ? സത്യത്തില് നീ ആരാ? കണ്ണനും ബാ, ഞങ്ങളുടെ ചേട്ടി ചങ്കുമുഖം ഞങ്ങൾ അവസാനം എത്തി. ഞാൻ ഇത് ആഡ് ചെയ്യും, വ്ലോഗിൽ ആഡ് ചെയ്യും. കടൽ നല്ല ബ്ലോഗർ അങ്ങനെ ഈ വ്ലോഗ് എടുത്തിടാൻ പറഞ്ഞാൽ എന്തൊക്കെയോ വേറെ എടുത്തിട്ട് ഈ പൊട്ടന്മാരെ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ നടക്കുന്നത്. ഗൈസ് നമ്മൾ നെല്ലിക്ക മേടിച്ചു. അതെ ഒരു അമ്മൂമ്മേന്റെ കടയുണ്ട് കട്ടിത്തറ. ആ കടയിൽ നിന്ന് ഞങ്ങൾ നെല്ലിക്ക മേടിച്ചു ഗായ്സ്. ഈ നാരിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പൊട്ടിച്ചാണ്. കൊള്ളാം. തിന്നോ. ഇനി ട്രൈ ചെയ്യും. ധ്യാൻ തിന്നു. വാവ് ആയിട്ടുണ്ട്. അങ്ങനെ കുറെ നേരം അവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് ഞങ്ങളൊരു പാറേന്റെ മണ്ടയിൽ കയറിയിരുന്നു. ഇത് ഈ കാണുന്ന സാധനം കണ്ടില്ലേ ഗൈസ്, ഒരു മനുഷ്യൻ കിടക്കുന്ന ഒരു സുനാപ്പിയാണ് അത്. ഞാൻ ഇതിന്റെ മണ്ടയിൽ കൂടെ ചവിട്ടിയിട്ടാണ് കയറി വന്നിട്ടുള്ളത്. അങ്ങനെ അവിടെ നോക്കിയപ്പോഴാണ് ഇവിടെ അടിപൊളി ബജ്ജിയൊക്കെ കിട്ടും. അങ്ങനെ കുറെ നേരം അവിടെ ഇരുന്നതിന് ശേഷം കടലിന്റെ അടുത്ത് ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാതെ വിചാരിച്ചിട്ട്. അടുത്ത വീഡിയോ ഒക്കെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ എന്തൊക്കെയോ കുറെ ഷോ ഒക്കെ കാണിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ട് ഞാൻ നടക്കുമ്പോഴേ ഇരിക്കുമ്പോഴൊക്കെ വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ അവർ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസ് ആണ് ഇത്. അങ്ങനെ പിന്നെ ഇവന്റെ കൂടെ കുറച്ച് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല ഗൈസ്. ബാക്കിയുള്ളവരുടെ കട്ടയും പെടലും ഞാൻ അടുപ്പിച്ചു ഗൈസ്. അങ്ങനെ കുറെ നേരം നടന്ന് ലാസ്റ്റ് ഒരു വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ബസ് കയറി പോവാനായിട്ട്. ഇതൊന്നും അല്ല വെറൈറ്റി, ഇത് എവിടെ നിന്നാന്നുള്ളതാണ്. ഇത്രയും തൊലിക്കെട്ടുള്ളത് ഒരേ ഒരു കുഞ്ഞ അടുക്ക് അങ്ങോട്ട് പോയി. അത് എവിടെ? ലിറ്ററിന് 15 രൂപ മാത്രം കിട്ടുന്ന കടയുടെ ഫ്രണ്ടിൽ. അപ്പോഴേക്കും ഞങ്ങളുടെ വയറ്റിലെ കോഴിക്കുഞ്ഞ് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളൊരു കടയിൽ പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ഫുഡ് അടിക്കുന്ന വ്ലോഗ് കാണാം. ചിരിക്കടി, സൂപ്പർ. ചിരിക്കണ്ട, വലിയ വ്ളോഗറാ. കിണിക്കുന്ന കണ്ട പട്ടി വെള്ളം. അങ്ങനെ ഞങ്ങൾ ബൈ ഒക്കെ പറഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോയി. ഞാനങ്ങനെ വീട്ടിൽ നിന്നൊരു കുളിയൊക്കെ പാസ്സാക്കിയതിന് ശേഷം അന്ന് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ബാക്കി ഞാൻ രാവിലെയാണ് എടുത്തത്. അപ്പൊ അത്രേ ഉള്ളൂ ഗായ്സ്. ഇവിടുത്തെ നാട്ടുകാർക്കും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.